കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ആരുടെയും കണ്ണുനീർ വീഴ്ത്താതെയായിരിക്കും ഗുരുവായൂർ ക്ഷേത്ര വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുകയെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ ശേഷം മാത്രം ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കണമെന്ന് വ്യാപാരികൾ. ഷിഗല്ല ബാധിച്ച് മരണം. കൊടകര പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ആരോഗ്യവകുപ്പ്. വടക്കാഞ്ചേരിയിലും പ്രതിരോധ നടപടികൾ ശക്തം. മാപ്രാണത്ത് വൈദ്യുതി ലൈനിൽ തകരാർ പരിഹരിക്കുന്നതിനിടെ ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചു. ആറാട്ടുപുഴ സ്വദേശി മനോജാണ് മരിച്ചത്. ദേശീയപാത കുതിരാനിൽ ലോറിയിൽ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് മാലിന്യം തള്ളുന്നത് കൈയോടെ പിടികൂടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. വാഹന ഉടമയിൽ നിന്ന് 5000 രൂപ പിഴ ഈടാക്കി. ഗുരുവായൂർ നഗരസഭ ടൗൺഹാളിൽ നടന്നുവരുന്ന ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനം തടയാനെത്തിയ തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു. പ്രദർശനം നിർത്തിവെക്കണമെന്ന ഉത്തരവ് ഉദ്യോഗസ്ഥർ ഹാളിലെ വാതിലിൽ പതിച്ചു. വാർത്തകൾ വിശദമായി. ആരുടെയും കണ്ണുനീർ വീഴ്ത്താതെയായിരിക്കും ഗുരുവായൂർ ക്ഷേത്ര വികസനത്തിന് ഭൂമി ചെയർമാൻ AV ഗോപിനാഥ് പറഞ്ഞു. ദേവസ്വം വിളിച്ചു ചേർത്ത വ്യാപാരികളുടെയും ക്ഷേത്ര നഗര വികസന സമിതിയുടെയും യോഗത്തിലാണ് ചെയർമാൻ ഇക്കാര്യത്തിൽ ഉറപ്പു നൽകിയത്. സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ ശേഷം മാത്രം ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ഭൂമി വിട്ടു നൽകേണ്ടി വരുന്നവർക്ക് അർഹമായ പുനരധിവാസവും നഷ്ടപരിഹാരവും ഉറപ്പാക്കണമെന്നും വ്യാപാരികൾ വ്യക്തമാക്കി. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, തഹസിൽദാർമാരായ TA ഷാജി, PN സുരേഷ്, ചീഫ് എഞ്ചിനീയർ MV രാജൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, വ്യാപാരി പ്രതിനിധികളായ TN മുരളി, രമേശ് പുതൂർ, GK പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഷിഗല്ല ബാധിച്ച് 43കാരൻ മരിച്ചതിനെ തുടർന്ന് കൊടകര പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. മരണം സംഭവിച്ച പ്രദേശത്തും സമ്പർക്കമുണ്ടായ പ്രദേശങ്ങളിലും സൂപ്പർ ക്ലോറിനേഷൻ അടക്കമുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കും. വാർഡുകളിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനും അംഗനവാടികൾ, വിദ്യാലയങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം ശക്തിപ്പെടുത്താനും കുടിവെള്ള സ്രോതസ്സുകൾ ഉൾപ്പെടെ സൂപ്പർ ക്ലോറിനേഷൻ നടത്താനും ഭക്ഷണശാലകളിൽ പരിശോധന കാര്യക്ഷമമാക്കാനും തീരുമാനമായി. ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ, കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS അഭിലാഷ്, തൃശൂർ DMO ഓഫീസിലെ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിർമ്മൽ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. രോഗബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനായി പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും രോഗബാധ സംശയിക്കുന്നവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ മംഗലം കനാൽപാലം പരിസരത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. നഗരസഭയുടെ 25, 26 ഡിവിഷനുകളിൽ ഉൾപ്പെട്ട വീടുകളിലെ കിണറുകളിൽ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്തി. പാർലിക്കാട്, മംഗലം ഭാഗങ്ങളിലെ 100-ലധികം വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. നിലവിൽ രോഗം റിപ്പോർട്ട് ചെയ്ത 4 വയസ്സും 7 വയസ്സും പ്രായമുള്ള കുട്ടികൾ തിങ്കളാഴ്ച ആശുപത്രി വിട്ടു. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നു. എങ്കിലും അതീവ ജാഗ്രത തുടരാനും ശുചീകരണ പ്രവർത്തനങ്ങൾ കർശനമാക്കാനും അധികൃതർ തീരുമാനിച്ചു. ഇരിങ്ങാലക്കുട മാപ്രാണം വാതിൽമാടത്ത് KSEB ജോലിക്കിടെ ഷോക്കേറ്റ് കരുവന്നൂർ മേജർ സെക്ഷനിലെ ലൈൻമാൻ മരിച്ചു.
ആറാട്ടുപുഴ കൊക്കരിപ്പളം സ്വദേശി അയ്യാണ്ടി വാസു മകൻ 48 വയസ്സുള്ള മനോജാണ് മരിച്ചത്. 11 kVയുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനിടെയായിരുന്നു അപകടം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റ മനോജ് പോസ്റ്റിൽ നിന്ന് ഷോക്കേറ്റ് താഴേക്ക് വീഴുകയായിരുന്നു. സഹപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 4 വർഷമായി കരുവന്നൂർ KSEBയിൽ ലൈൻമാനായി ജോലി ചെയ്യുകയായിരുന്നു. ദേശീയപാതയോരത്ത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ തള്ളുന്നതിനിടെ ദേശീയപാതയിൽ നിർമ്മാണം നടത്തുന്ന കരാറുകാരെ കൈയോടെ പിടികൂടി പാണഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ. തുടർന്ന് 5000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. കുതിരാൻ മേഖലയിൽ മാലിന്യമിടുന്നതിൽ നാട്ടുകാർക്ക് വ്യാപക പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഇരുഭാഗത്തും ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ക്യാമറ ഇല്ലാത്ത ഭാഗം നോക്കി പ്ലാസ്റ്റിക് കവർ തള്ളുന്നതിനിടെയാണ് കൊമ്പഴ 8ാം വാർഡിലെ മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ KP ചാക്കോന്റെ ശ്രദ്ധയിൽപ്പെടുകയും തുടർ നടപടി സ്വീകരിച്ച് പിഴ ചുമത്തുകയും ചെയ്തത്. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ മാലിന്യ കൂമ്പാരം. പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും ശുചീകരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് മെമ്പർമാർ രംഗത്തെത്തി. ICDS, തൊഴിലുറപ്പ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, കുടുംബശ്രീ, VEO എന്നീ ഓഫീസുകളും കോട്ടപ്പുറം പോസ്റ്റ് ഓഫീസും കുടുംബശ്രീ പിങ്ക് കഫേയും പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. പകർച്ചവ്യാധികൾ പകരുന്നത് തടയാൻ നേതൃത്വം കൊടുക്കേണ്ട പഞ്ചായത്ത് ഓഫീസിൽ തന്നെ മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുമ്പോൾ അധികൃതർ നിസ്സംഗത പുലർത്തുകയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പകർച്ചവ്യാധികൾ പടർന്ന് പന്തലിച്ച് വരുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടം. പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടത്തിന്റെ ചുറ്റുഭാഗത്തും മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. മാസങ്ങളായിട്ട് വൃത്തിഹീനമായ രീതിയിലാണ് ഈ ബിൽഡിങ്ങും പരിസരവും ഇവിടെ കിടക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമായും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായും ഉദ്യോഗസ്ഥരുമായും പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ല. ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഈച്ചയും കൊതുകും പെരുകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. മെമ്പർമാരുടെ പ്രതിഷേധം അറിയിച്ചെങ്കിലും സെക്രട്ടറി സ്ഥലത്തെത്താനോ സംസാരിക്കാനോ തയ്യാറായില്ല. പഴയ കെട്ടിടത്തിന് മുകളിലെ കമ്മ്യൂണിറ്റി ഹാളിലും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണെന്നും ഇവിടെ പരിശോധിക്കുന്നതിന് സെക്രട്ടറി അനുവദിച്ചില്ലെന്നും കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞു. തുടർന്ന് മെമ്പർമാർ സെക്രട്ടറിയുടെ ഓഫീസിലെത്തി പ്രതിഷേധം അറിയിച്ചു. ജനപ്രതിനിധികളോടുള്ള സെക്രട്ടറിയുടെ ധിക്കാരപരമായ സമീപനത്തിനെതിരെ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്ന് കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞു. പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ, മെമ്പർമാരായ ഫ്രിജോ വടക്കൂട്ട്, മീന ശലമോൻ, റിജി ജോർജ്, MB വിജീഷ്, MR സജിത, ആനി ടീച്ചർ, ഷാജി വർഗീസ് എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, എരുമപ്പെട്ടി. എരുമപ്പെട്ടി പഞ്ചായത്ത് പഴയ കെട്ടിടത്തിന്റെ പിൻവശത്തെ മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മെമ്പർമാർ നടത്തിയ പ്രതിഷേധം പ്രഹസനമാണെന്ന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭിത ബാലകൃഷ്ണൻ പറഞ്ഞു. കെട്ടിടത്തിന്റെ പുറകിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസങ്ങളിലായി സമ്പൂർണ്ണ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഉറപ്പ് നൽകിയതാണ്. നിലവിൽ പരാതിക്ക് കാരണമായ പഴയ ശുചിമുറി ഉപയോഗശൂന്യമായി കിടക്കുന്നതാണ്. ഇതിനു പകരം ആധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ ശുചിമുറി ബ്ലോക്കുകൾ പഞ്ചായത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായി ബോധ്യമുണ്ടായിട്ടും പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന മികച്ച വികസന പ്രവർത്തനങ്ങളെ കരിവാരി തേക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷം നാടകീയമായ സമരങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നതെന്നും പ്രഭിത ബാലകൃഷ്ണൻ പറഞ്ഞു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ പഴയ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷാംഗങ്ങൾ നടത്തിയ പ്രതിഷേധ സമരം വെറും പ്രഹസനീയമാണ്. ഗ്രാമപഞ്ചായത്തിന്റെ പിൻവശത്ത്, പഴയ പഞ്ചായത്ത് ഓഫീസിന്റെ പിൻവശത്ത് കുറച്ച് വൃത്തികേടായിട്ട് തന്നെയാണ് പരിസരം കിടന്നിരുന്നത്. അത് നമ്മൾ കാണുകയും അത് വൃത്തിയാക്കാനായിട്ട് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് വൃത്തിയാക്കാമെന്ന് ഉദ്യോഗസ്ഥർ മറ്റ് തൊഴിലാളികൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് വൃത്തിയാക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രതിപക്ഷാംഗങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരവുമായി ഇന്ന് രംഗത്തെത്തിയിട്ടുള്ളത്. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ടൗൺഹാളിൽ നടന്നുവരുന്ന ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനം തടയാനെത്തിയ തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞ് പ്രതിഷേധം. പ്രദർശനത്തിന് ടൗൺഹാൾ സൗജന്യമായി അനുവദിച്ചതിനെതിരെ തദ്ദേശ വകുപ്പ് വീണ്ടും ഉത്തരവിട്ടതിനെ തുടർന്നായിരുന്നു നടപടി. നഗരസഭാ സെക്രട്ടറി ചുമതലയുള്ള മുനിസിപ്പൽ എഞ്ചിനീയർ നിഷി P. ദേവദാസ്, ജനറൽ സൂപ്രണ്ട് AB റെനു, റവന്യൂ ഓഫീസർ VJ ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് ടൗൺഹാൾ അടയ്ക്കാനെത്തിയത്. എന്നാൽ സ്ക്രീനുകളും മറ്റും അഴിച്ചുമാറ്റാൻ പ്രതിഷേധക്കാർ സമ്മതിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ബുധനാഴ്ച കേസ് പരിഗണിക്കാനിരിക്കെ 1 ദിവസം കൂടെ പ്രദർശനത്തിന് അനുമതി നൽകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു.
ഇതിനിടയിൽ പ്രദർശനം നിർത്തിവെക്കണമെന്ന ഉത്തരവ് ഉദ്യോഗസ്ഥർ ഹാളിലെ വാതിലിൽ പതിച്ചു. ഇതിനുശേഷവും പ്രതിഷേധക്കാർ വാതിലിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ ഉദ്യോഗസ്ഥർക്ക് മടങ്ങേണ്ടി വന്നു. ടെമ്പിൾ പോലീസ് SHO വിനോദ് വലിയാറ്റൂരിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാതിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഉദ്യോഗസ്ഥർ മടങ്ങിയതിന് പിന്നാലെ പതിവ് പോലെ പ്രദർശനം തുടരുകയും ചെയ്തു. നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ GSA എന്ന സംഘടനയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. പ്രദർശനത്തിന് ടൗൺ ഹാൾ സൗജന്യമായി അനുവദിച്ചതിൽ വിയോജിപ്പുണ്ടെന്ന് കാണിച്ച് തദ്ദേശ വകുപ്പ് നേരത്തെ നൽകിയ കത്ത് പ്രദർശനത്തെ അനിശ്ചിതത്വത്തിലാക്കിയിരുന്നു. പിന്നീട് കൗൺസിൽ തീരുമാനം നടപ്പാക്കാമെന്ന് കാണിച്ച് വകുപ്പ് തന്നെ കത്ത് നൽകിയതോടെയാണ് പ്രദർശനം ആരംഭിച്ചത്. എന്നാൽ 4 ദിവസം പിന്നിടുമ്പോഴാണ് ടൗൺ ഹാൾ സൗജന്യമായി നൽകുന്നത് നിർത്തിവെക്കണമെന്ന് കാണിച്ച് വീണ്ടും തദ്ദേശ വകുപ്പ് കത്ത് നൽകിയത്. വിഷയം സർക്കാർ തലത്തിൽ തീരുമാനമാകും വരെ ഉത്തരവ് നടപ്പാക്കണമെന്നും തദ്ദേശ പ്രിൻസിപ്പൽ ഡയറക്ടർ ഈ മാസം 17-നകം ഇത് സംബന്ധിച്ച അഭിപ്രായം അറിയിക്കുമെന്നാണ് കത്തിൽ പറയുന്നത്. TCV ഗുരുവായൂർ. കണ്ടശാങ്കടവ് പാലത്തിന്റെ തൂണുകൾ ദ്രവിച്ച് തുടങ്ങിയെന്ന് ആശങ്ക. വിദഗ്ധരെ കൊണ്ടുവന്ന് പാലം സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വേലിയിറക്ക സമയത്ത് പരിശോധിച്ചാൽ പാലത്തിന്റെ അടിത്തറയിലെ കോൺക്രീറ്റ് ദ്രവിച്ച് ബലക്ഷയം സംഭവിച്ചതായി ആർക്കും മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രദേശവാസിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റുമായ ജോയ്മോൻ പള്ളിക്കുന്നത്ത് പറഞ്ഞു. ഈ പാലത്തിന്റെ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് അതിന്റെ അവസ്ഥ കാലിന്റെ അടിഭാഗം എല്ലാം ദ്രവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചേ കാണാൻ പറ്റുള്ളൂ. കാലത്ത് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇറക്ക സമയത്ത് ഇതിന്റെ ഓരോ തൂണുകളും ജീർണിച്ച അവസ്ഥയിൽ ഏകദേശം കമ്പിയെല്ലാം പുറത്തായി വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് കാണുന്നത്. ദിനം പ്രതി ഏകദേശം 1000-ഓളം വാഹനം പോകുന്ന ഈ പാലത്തിന്റെ അവസ്ഥ ഇന്ന് വളരെ പേടിപ്പിക്കുന്ന ഒരു സ്വപ്നമാണ് കാണുന്നത്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് ഈ പാലം. പാലം പുഴയിൽ ഉറപ്പിച്ചിട്ടുള്ള തൂണുകൾ ദ്രവിച്ച് കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയിലാണ്. തൂണുകളും ബീമുകളും യോജിപ്പിക്കുന്ന ഭാഗങ്ങളിലും തകരാറുണ്ട്. പാലത്തിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിൽ തുടർച്ചയായി കാണപ്പെട്ട വിള്ളലുകൾ പാലത്തിന്റെ അടിത്തറയിലെ ബലക്ഷയത്തെ തുടർന്നാണെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന. ഈ സാഹചര്യത്തിൽ പാലത്തിന്റെ സുരക്ഷാ പരിശോധന നടത്തി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. TCV തൃശൂർ. ചാവക്കാട് പുന്നയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ നിന്നും വിദ്യാർത്ഥിക്ക് പാമ്പ് കടിയേറ്റു. പുന്ന സ്വദേശിയും ചാവക്കാട് MRRM സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ റിഹാനാണ് പാമ്പ് കടിയേറ്റത്. ചിങ്ങനാത്ത് പാലം റോഡിൽ KICB സബ്സ്റ്റേഷനടുത്ത് റോഡിലെ വെള്ളക്കെട്ടിൽ കൂട്ടുകാരോടൊപ്പം ട്യൂഷൻ ക്ലാസ്സിലേക്ക് നടന്നു പോകുമ്പോഴാണ് സംഭവം. കാലിൽ എന്തോ തടഞ്ഞത് നോക്കിയപ്പോഴാണ് പാമ്പ് കാലിൽ ചുറ്റിയിരിക്കുന്നത് കണ്ടത്. ഉടനെ കാൽ കുടഞ്ഞപ്പോൾ പാമ്പ് തെറിച്ചുപോയി. കാലിൽ മുറിപ്പാട് കണ്ടതിനെ തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. 24 മണിക്കൂർ നിരീക്ഷണത്തിലാണ് വിദ്യാർത്ഥി. പുതുക്കാട് പഞ്ചായത്ത് ചെങ്ങാലൂരിലുള്ള കൃഷിഭവൻ ഓഫീസിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. ജീവനക്കാരാണ് അലമാരയുടെ മുകളിൽ പാമ്പിനെ കണ്ടത്. പാമ്പിനെ കണ്ടതോടെ ജീവനക്കാർ പരിഭ്രാന്തരായി. വിവരമറിയിച്ചതിനെ തുടർന്ന് RTT അംഗം രജീഷ് നന്ദിപുലം സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. സംഭവ വിവരമറിഞ്ഞ് പഞ്ചായത്ത് അംഗങ്ങളായ ജോയി മന്നലി, ലിനി ബിജു എന്നിവർ സ്ഥലത്തെത്തി. വടക്കാഞ്ചേരി നഗരസഭ കൌൺസിൽ യോഗം ചെയർപേഴ്സൺ മിനി അരവിന്ദന്റെ അധ്യക്ഷതയിൽ നടന്നു. 67 അജണ്ടകളിൽ താൽക്കാലിക ജീവനക്കാരനെ തിരിച്ചെടുക്കാനുള്ള അജണ്ട ഉൾപ്പെടെ 3 എണ്ണത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി. ഷിഗല്ല രോഗം വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സ്വീകരിച്ച മുൻകരുതലുകളും പ്രതിരോധ പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ചയായി. റോഡ്, കുടിവെള്ള, മഴക്കാലപൂർവ്വ ശുചീകരണം, ഞാറ്റുവേല ചന്ത, യോഗാദിനം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീല മോഹൻ, KP മദനൻ, PG സനീഷ്, സ്വപ്ന ശശി, ധന്യ നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs.
വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് സമീപം ഇരുചക്ര വാഹനത്തിന് പിന്നിൽ സ്വകാര്യ ബസ് ഇടിച്ചെന്നാരോപിച്ച് നാട്ടുകാർ ബസ് തടഞ്ഞു. ഓട്ടുപാറ താളം തിയേറ്ററിന് മുന്നിൽ വെച്ചാണ് തൃശൂർക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് നാട്ടുകാർ തടഞ്ഞത്. ബസ് തടഞ്ഞതോടെ യാത്രക്കാർക്ക് മുഴുവൻ വഴിയിൽ ഇറങ്ങേണ്ടി വന്നു. സംഭവത്തെ തുടർന്ന് നാട്ടുകാരും ബസ് ജീവനക്കാരും തമ്മിൽ റോഡിൽ വെച്ച് വാക്കുതർക്കം നടന്നു. ബസ് മറ്റു വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ ബൈക്കിൽ തട്ടുകയായിരുന്നുവെന്ന് ഇരുചക്ര വാഹനം ഓടിച്ചിരുന്ന യുവാവും നാട്ടുകാരും ആരോപിക്കുന്നത്. എന്നാൽ തങ്ങളുടെ വാഹനം ബൈക്കിൽ തട്ടിയില്ലെന്ന ഉറച്ച നിലപാടിലാണ് ബസ് ഡ്രൈവർ. ബസ്സിൽ ഘടിപ്പിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ബൈക്കിൽ ബസ് തട്ടിയിട്ടില്ലെന്ന് വ്യക്തമാകുന്നുണ്ടെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തിയാണ് ഇരു വിഭാഗത്തെയും ശാന്തരാക്കിയത്. ആളൂർ കദളിച്ചിറയ്ക്ക് സമീപം പോലീസ് ജീപ്പ് പിടിച്ച് സ്കൂട്ടർ യാത്രികരായ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ആളൂർ ആനത്തടം സ്വദേശികളായ പീണിക്കപ്പറമ്പിൽ ജുവിൻ, തയ്യിൽ അനന്തകൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പോട്ട ഭാഗത്തു നിന്നും ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇരുവാഹനങ്ങളും. കദളിച്ചിറയിൽ വെച്ച് വലതുവശത്തേക്ക് തിരിഞ്ഞ സ്കൂട്ടറിൽ പുറകിൽ നിന്ന് വന്ന ജീപ്പ് ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ജുവിനെ ആലുവ രാജഗിരി ആശുപത്രിയിലും അനന്തകൃഷ്ണനെ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഗുരുവായൂരിൽ ലോട്ടറി കടയിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ യുവാവ് അറസ്റ്റിലായി. പാലക്കാട് കരിങ്ങനാട് സ്വദേശി കാളത്തൊടി വീട്ടിൽ അനീഷിനെയാണ് ടെമ്പിൾ SHO വിനോദ് വലിയട്ടൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മമ്മയൂരിലെ വസന്തം ലോട്ടറി കടയിലേക്കാണ് കഴിഞ്ഞ 5-ന് ഇയാൾ സ്ഫോടക വസ്തു എറിഞ്ഞത്. ഇതേ തുടർന്ന് കടയുടമയുടെ മകൻ അഭിനവിന്റെ തകരാർ സംഭവിച്ചു. മദ്യലഹരിയിൽ പടക്കക്കടയിൽ നിന്ന് വാങ്ങിയ ഗുണ്ടാണ് തൊട്ടടുത്ത ലോട്ടറി കടയിലേക്ക് എറിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. കാട്ടാനശല്യം രൂക്ഷമായ പാണഞ്ചേരി മേഖലയിൽ അലാറം സംവിധാനങ്ങളും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചു. രാമൻചിറ, കിഴക്കേ രാമൻചിറ, ഇരുമ്പുപാലം മേഖലകളിൽ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിനും കാട്ടാനകളുടെ സഞ്ചാരം നിരീക്ഷിക്കുന്നതിനുമായി PG അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ TN രാജേഷിന്റെ നേതൃത്വത്തിലാണ് അലാറം സംവിധാനങ്ങളും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചത്. പാണഞ്ചേരി പഞ്ചായത്ത് 7-ാം വാർഡ് മെമ്പർ സനിൽ വാണിയമ്പാറ പ്രദേശങ്ങൾ സന്ദർശിച്ച് സംവിധാനങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തി. കാട്ടാനകൾ ജനവാസ മേഖലകളിലേക്ക് കടന്നുവരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മുൻകരുതൽ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വടക്കാഞ്ചേരിയിൽ 3 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. വടക്കാഞ്ചേരി, പാർലിക്കാട്, പത്താങ്കല്ല് എന്നീ മേഖലകളിലെ 3 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. ന്യൂനതകൾ കണ്ടെത്തിയ 3 കടകൾക്ക് പിഴ ചുമത്തിയതിനൊപ്പം വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച മറ്റ് കടകൾക്ക് പോരായ്മകൾ ഉടൻ പരിഹരിക്കാൻ നോട്ടീസും നൽകി. വടക്കാഞ്ചേരി നഗരസഭയിൽ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് പരിശോധന നടന്നത്. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ ജോബി, മുണ്ടത്തിക്കോട് ഫാമിലി ഹെൽത്ത് സെന്റർ ഹെൽത്ത് സൂപ്പർവൈസർ ബിജോയ്, വടക്കാഞ്ചേരി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ഇൻചാർജ് നീത തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ട്രോളിംഗ് നിരോധനം തുടങ്ങിയതോടെ വറുതിയിലായ നാട്ടികയിലെ മത്സ്യബന്ധന തൊഴിലാളി കുടുംബാംഗങ്ങൾക്ക് MA യൂസഫ് അലി നൽകുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം ഗീതാ ഗോപി MLA നിർവഹിച്ചു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KA ഷൌക്കത്ത് അലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ PM സിദ്ദീഖ്, വാർഡ് മെമ്പർ സിനി രാജീവ്, സുബൈർ നാട്ടിക എന്നിവർ സംസാരിച്ചു. ഡ്രംസ് വായനയിലൂടെ വിസ്മയം തീർക്കുകയാണ് പെരിങ്ങോട്ടുകര സ്വദേശിയായ 10 വയസ്സുകാരൻ. സംഗീതത്തെ നെഞ്ചേറ്റിയ വിഷ്ണു പ്രയാഗിന് ഒട്ടേറെ സംഗീതോപകരണങ്ങൾ വഴങ്ങും. പെരിങ്ങോട്ടുകര സ്വദേശി അരുൺ അശോക് വിഷ്ണുപ്രിയ ദമ്പതികളുടെ മകനാണ് വിഷ്ണു പ്രയാഗ്. 5-ാം വയസ്സിൽ മനോജ് ചെറുശ്ശേരിയിൽ നിന്ന് ഡ്രംസിന്റെ ആദ്യ പാഠങ്ങൾ സ്വായത്തമാക്കി. തുടർന്ന് ചിട്ടയായ പരിശീലനം. കുഞ്ഞു മനസ്സിൽ അങ്കുരിച്ച താളബോധം ഡ്രംസിൽ മാത്രം ഒതുങ്ങിയില്ല. വയലിൻ, പിയാനോ, ഹാർമോണിയം, ഗിറ്റാർ എന്നിവയും വിഷ്ണുപ്രയാഗിന് ക്രമേണ വഴങ്ങി. പഴുവിൽ
ഗോകുലം സ്കൂളിലെ ഈ 5ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അധ്യാപകരും സഹപാഠികളും അകമഴിഞ്ഞ പിന്തുണയാണ് നൽകുന്നത്. ഞാൻ ഇവിടെ ഡ്രംസ് പഠിക്കുന്നുണ്ട്. ഒരു 6-7 വയസ്സ് തൊട്ട് പഠിക്കുന്നതാണ്. ഇതൊക്കെ എനിക്ക് എല്ലാവരും സപ്പോർട്ടായിട്ട് തരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെന്ന് പറയുന്നത് മറ്റേ ഡ്രമ്മർ ശിവമണിയനാണ് ഏറ്റവും ഇഷ്ടം. ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കൂടെ. സ്കൂളിലെ വിശേഷ പരിപാടികൾക്കെല്ലാം വിഷ്ണു പ്രയാഗ് ഡ്രംസിലൂടെ താളവിസ്മയം തീർക്കും. നല്ലൊരു ഗായകൻ കൂടിയായ വിഷ്ണു പ്രയാഗ് ചില സംഗീത ആൽബങ്ങളിൽ പാടിയിട്ടുമുണ്ട്. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ. കരാട്ടയിലും പരിശീലനം നേടുന്ന വിഷ്ണു പ്രയാഗിന് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. സ്കൂളിൽ കലാഭിരുചിയും കഴിവുമുള്ള കുട്ടികൾ പലരുമുണ്ടെങ്കിലും വ്യത്യസ്ത മേഖലകളിൽ വിസ്മയം തീർക്കുന്ന പ്രതിഭയാണ് വിഷ്ണു പ്രയാഗ് എന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ KR അഭിലാഷ് പറഞ്ഞു. സംഗീതത്തിന്റെ എല്ലാ മേഖലകളിലും കൈവെക്കാൻ സ്കൂളിലെ പഠന നിലവാരത്തോടൊപ്പം തന്നെ വീടുകളിൽ ചെന്നിരുന്ന് വയലിൻ, ഡ്രംസ്, ഗിറ്റാർ, കീബോർഡ് തുടങ്ങിയ എല്ലാ ഇൻസ്ട്രുമെന്റുകളും ഒരേ സമയം പഠിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ നല്ലൊരു മ്യൂസിഷ്യനായി മാറാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കുട്ടി നടത്തുന്നത്. അവരുടെ എല്ലാ ആശംസകളും സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ നേരും. പ്രശസ്ത ഡ്രമ്മർ ശിവമണിയെപ്പോലെ ആയിത്തീരണമെന്നാണ് ഇപ്പോൾ ലണ്ടൻ ആസ്ഥാനമായുള്ള ട്രിനിറ്റി കോളേജിൽ ഓൺലൈനായി ഡ്രംസ് പരിശീലിക്കുന്ന ഈ കുരുന്നു കലാകാരന്റെ മോഹം. TCV തൃശൂർ. വധശ്രമ കേസ്, ലഹരി കേസ് ഉൾപ്പെടെ 20ഓളം കേസുകളിൽപ്പെട്ട് 8 വർഷത്തോളമായി മുങ്ങി നടന്നിരുന്ന പ്രതിയെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി തിങ്കളാഴ്ച അർദ്ധരാത്രി എറണാകുളത്തു നിന്നാണ് അതിസാഹസികമായി ചെറുതുരുത്തി CI രാജേന്ദ്രൻ നായരും സംഘവും പിടികൂടിയത്. വരവൂർ തളി കൂട്ടുപിലക്കൽ വീട്ടിൽ ഷിഹാബാണ് പിടിയിലായത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ബാംഗ്ലൂരിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ പഴയന്നൂർ സ്വദേശി സഞ്ജയ് കൃഷ്ണയ്ക്ക് 2ാം സ്ഥാനം. അണ്ടർ 18 ജൂനിയർ വിഭാഗത്തിൽ 86 കിലോ പ്ലസ് കാറ്റഗറിയിലായിരുന്നു മത്സരം. തൃശൂരിൽ നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ സഞ്ജയ് കൃഷ്ണ 1ാം സ്ഥാനം നേടിയിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായും ലോകകപ്പിന്റെ വരവ് അറിയിക്കുന്നതിനുമായി തൃശൂർ വെസ്റ്റ് ഉപജില്ല ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. അയ്യന്തോൾ ടർഫ് കോർട്ടിൽ നടന്ന മത്സരം കോർപ്പറേഷൻ കൌൺസിലർ K. സുമേഷ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വെസ്റ്റ് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു അധ്യക്ഷത വഹിച്ചു. ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ അനില, ഹെഡ്മാസ്റ്റർ ഫോറം കൺവീനർ ജോഷി D. കൊളന്നൂർ, അധ്യാപക സംഘടനാ പ്രതിനിധികളായ K. സുനിൽകുമാർ, OK ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. മത്സരത്തിൽ LP വിഭാഗത്തിൽ SVGLP സ്കൂൾ ചേറ്റിപ്പുഴ 1ാം സ്ഥാനവും UP ആൺകുട്ടികളുടെ വിഭാഗത്തിൽ KPE ഹൈസ്കൂൾ കൂർക്കഞ്ചേരിയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നിർമ്മല കോൺവെന്റ് UP സ്കൂളും 1ാം സ്ഥാനം നേടി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകൾ തുടരുന്നു. നെന്മണിക്കര പഞ്ചായത്ത് പരിധിയിൽ ആഫ്രിക്കൻ ഒച്ച് പെരുകുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. കാർഷിക സർവകലാശാലയുടെ ഡിസിപ്ലിനറി ഡയഗ്നോസ്റ്റിക് ടീം സ്ഥലത്തെത്തി. പഞ്ചായത്ത് കൃഷിഭവൻ അധികൃതരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സംഘം പരിശോധന നടത്തി. കേരള കാർഷിക സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ സുനിൽ അപ്പുകുട്ടൻ, ഡോക്ടർ J. രശ്മി എന്നിവർ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ വ്യാപനം നിയന്ത്രിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി. കൃഷിയിടങ്ങളും വൻതോതിൽ ഒച്ചിന്റെ ശല്യമുള്ള പ്രദേശങ്ങളും സംഘം സന്ദർശിച്ച് പ്രശ്നങ്ങൾ വിലയിരുത്തി.
അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡുകളുടെ വിതരണം ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂളിൽ നടന്നു. PTA പ്രസിഡന്റ് ശ്രീജിത്ത് പട്ടത്ത് അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ MLA ആദരിച്ചു. പഞ്ചായത്ത് അംഗം അജീഷ്, പ്രധാന അധ്യാപകൻ T അനിൽകുമാർ, പ്രിൻസിപ്പാൾ KP ലിയോ, സ്റ്റാഫ് സെക്രട്ടറി B ബിജു, ധന്യ ബിജു എന്നിവർ സംസാരിച്ചു. സ്വതന്ത്ര ട്രേഡ് യൂണിയനായ കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ 38ാമത് സംസ്ഥാന സമ്മേളനം വ്യാഴാഴ്ച കൊടകരയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് P ജോർജ് മാത്യു പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. സനീഷ് കുമാർ ജോസഫ് MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് P ജോർജ് മാത്യു, ജനറൽ കൺവീനർ EO ജോണി, ഗജാൻജി PV തമ്പി, മീഡിയ കൺവീനർ C വാസുദേവൻ, പ്രോഗ്രാം കൺവീനർ CV രാജു എന്നിവർ പങ്കെടുത്തു. വലപ്പാട് ചന്തപ്പടിയിൽ നിന്ന് ബീച്ചിലേക്കുള്ള റോഡിലെ കാനയുടെ സ്ലാബുകൾ തകർന്നു കിടക്കുന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. ഇതിന് സമീപത്ത് റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടതും അപകട സാധ്യത ഇരട്ടിയാക്കുന്നു. കാനയിലെ സ്ലാബുകൾ തകർന്ന് മാലിന്യങ്ങൾ നിറഞ്ഞതിനാൽ വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. മഴവെള്ളം റോഡിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുമുണ്ട്. രാത്രിയാണ് കൂടുതൽ അപകട ഭീഷണി. അപകടമുണ്ടാകും മുമ്പ് തകർന്ന സ്ലാബുകൾ പുനഃസ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 1 മാസത്തിലേറെയായി കുടിവെള്ള വിതരണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നാരോപിച്ച് CPMന്റെ നേതൃത്വത്തിൽ മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. TS ഗോപിനാഥൻ അധ്യക്ഷനായി. നേതാക്കളായ EG സുരേന്ദ്രൻ, PM ആൽഫ, സുമതി സുന്ദരൻ, ഷീജ ബാബു, PH നിയാസ്, VS രവീന്ദ്രൻ, ഹസീന റഷീദ്, MA ബിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രശ്നങ്ങൾ പരിഹരിച്ച് അടുത്ത ദിവസം കുടിവെള്ള വിതരണം ആരംഭിക്കാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുണ്ടന്നൂർ മുട്ടിക്കൽ വെള്ളക്കുന്ന് നഗറിൽ താമസിക്കുന്ന ചീരാത്തുവീട്ടിൽ അജീഷാണ് ചികിത്സയിൽ കഴിയുന്നത്. ആഴ്ചയിൽ 2 തവണ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന അജീഷിന് വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സാധിക്കൂ. ശസ്ത്രക്രിയയ്ക്കായി 55 ലക്ഷം രൂപ ചെലവ് വരും. കിടപ്പുരോഗിയായ അമ്മയും പ്രായമായ അച്ഛനും ഭാര്യയും 5ഉം 7ഉം വയസ്സ് പ്രായമുള്ള 2 പെൺമക്കളുമടങ്ങുന്ന അജീഷിന്റെ കുടുംബത്തിന് ഈ തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ്. സ്വന്തമായി വീടില്ലാത്ത അജീഷ് സഹോദരിയുടെ വീട്ടിലാണ് കഴിയുന്നത്. കുടുംബത്തിന്റെ അത്താണിയായ യുവാവിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് സുമനസ്സുകളുടെ സഹായം ആവശ്യമാണ്. ഇതിനായി വാർഡ് മെമ്പർ പ്രവിത ബാലകൃഷ്ണൻ ചെയർപേഴ്സണായും പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PM സജി എന്നിവർ രക്ഷാധികാരികളായും ചന്ദ്രപ്രകാശ് ഇടമന ജനറൽ കൺവീനറായും ജീസൻ ചുങ്കത്ത് ട്രഷററായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. താൽപര്യമുള്ളവർ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറിലേക്കോ ഗൂഗിൾ പേ നമ്പറിലേക്കോ സഹായം അയക്കേണ്ടതാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. നൂറ് ശതമാനത്തിന്റെയും ഫുൾ A+ന്റെയും സമ്മർദ്ദം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല നല്ല വിദ്യാഭ്യാസമെന്നും സമ്മർദ്ദമില്ലാതെ പഠിക്കാൻ കുട്ടികളെ അനുവദിക്കണമെന്നും മന്ത്രി OJ ജനീഷ് അഭിപ്രായപ്പെട്ടു. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KK ഹാഷി, KK രാധാകൃഷ്ണൻ, റസോജ ഹരിദാസ്, ലത ഉണ്ണികൃഷ്ണൻ, KM രതീഷ്, വാർഡ് കൌൺസിലർ ഗീത റാണി, PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്വയം തൊഴിൽ പദ്ധതിയിലൂടെ സുന്നി യുവജന സംഘം ഫിഷിംഗ് ബോട്ട് വിതരണം ചെയ്തു. മുനക്കക്കടവ് ഹാർബറിൽ നടന്ന ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. SYS ജില്ലാ പ്രസിഡന്റ് നിസാർ സഖാഫി അധ്യക്ഷത വഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ, കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് VM അബ്ദുൽ മനാഫ്, മെമ്പർമാരായ RK ഇസ്മായിൽ, അഷ്കർ അലി തുടങ്ങിയവർ സംസാരിച്ചു. അമലാനഗർ ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. പ്രസിഡന്റ് ലിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. പുതിയ പ്രസിഡന്റായി PS അച്യുതൻ ചുമതലയേറ്റു. ഡിസ്ട്രിക്ട് ജോയിന്റ് സെക്രട്ടറി TL ഷാജു, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ KP സൈമൺ, ഡോക്ടർ ശ്രീദേവി K മേനോൻ, ആഗ്നസ് വർഗീസ്, മേരി ജസ്റ്റിൻ, PJ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു.
കേരള കർഷക സംഘം മണലൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനം പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് AK ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. TV ഹരിദാസൻ, VN സുർജിത്ത്, ലതി വേണുഗോപാൽ, PA ഷൈൻ, K രാഗേഷ്, TN ലെനിൻ, KV രാജേഷ്, ശ്രീകുമാർ വാഗ തുടങ്ങിയവർ സംസാരിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷന്റെയും ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ അഞ്ചേരി 95 നമ്പർ അങ്കണവാടിയിൽ ഓപ്പറേഷൻ തൂഫാൻ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ അങ്കണവാടി കുട്ടികൾക്ക് കുട വിതരണം ചെയ്തു. ശോഭന പുഷ്പാങ്കദൻ, ടോണി തോമസ്, സിംസൺ തോമസ്, കൌൺസിലർ സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,875 രൂപ, പവന് 1,11,000 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ആരുടെയും കണ്ണുനീർ വീഴ്ത്താതെയായിരിക്കും ഗുരുവായൂർ ക്ഷേത്ര വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുകയെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ ശേഷം മാത്രം ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കണമെന്ന് വ്യാപാരികൾ. ഷിഗല്ല ബാധിച്ച മരണം. കൊടകര പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ആരോഗ്യവകുപ്പ്. വടക്കാഞ്ചേരിയിലും പ്രതിരോധ നടപടികൾ ശക്തം. മാപ്രാണത്ത് വൈദ്യുതി ലൈനിൽ തകരാർ പരിഹരിക്കുന്നതിനിടെ ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചു. ആറാട്ടുപുഴ സ്വദേശി മനോജാണ് മരിച്ചത്. ദേശീയപാത കുതിരാനിൽ ലോറിയിൽ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് മാലിന്യം തള്ളുന്നത് കൈയോടെ പിടികൂടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. വാഹന ഉടമയിൽ നിന്ന് 5000 രൂപ പിഴ ഈടാക്കി. ഗുരുവായൂർ നഗരസഭ ടൗൺഹാളിൽ നടന്നുവരുന്ന ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനം തടയാനെത്തിയ തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു. പ്രദർശനം നിർത്തിവെക്കണമെന്ന ഉത്തരവ് ഉദ്യോഗസ്ഥർ ഹാളിലെ വാതിലിൽ പതിച്ചു. കണ്ടശാങ്കടവ് പാലത്തിന്റെ തൂണുകൾ ദ്രവിച്ചു തുടങ്ങിയെന്ന ആശങ്ക. വിദഗ്ധരെ കൊണ്ടുവന്ന പാലം സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ആവശ്യം ശക്തം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.